ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് വന്നത് തന്നെ നല്ല പേടിച്ചിട്ടാണ് കേട്ടോ. ഇന്നലത്തെ അവസ്ഥ ഇന്നും ആകുമെന്ന് വിചാരിച്ചു. പക്ഷെ അള്ളാൻ്റെ കൃപ കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങൾ ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഈ മഴ പെയ്താലൊന്നും നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ വെള്ളം പൊന്തി ആകെ അലമ്പാവൂട്ട വീട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി. അപ്പോൾ ഇന്ന് പേടിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചായ റെഡി ആയപ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ മുട്ടക്കറി കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബീഫ് മസാലയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ആ മുട്ടയുടെ വെള്ളം കളഞ്ഞിട്ട് പുറമേ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ചൂടാറി വേഗം കിട്ടും. കാരണം കറി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടയൊക്കെ ചൂടാറിയപ്പോഴത്തേക്കും ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നല്ലോ കേട്ടോ. എനിക്ക് കറിയിലിടുന്ന മുട്ട ഇഷ്ടമേയില്ല. അങ്ങനെ ചപ്പാത്തി വേഗം പരത്തി ചപ്പാത്തിയും ചുട്ട് മുട്ടക്കറി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനൂസിനെ നേരെ കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവളുടെ പണി കഴിഞ്ഞാൽ ഇവളവിടെ കളിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവളെ കാര്യം തന്നെ ഞാൻ ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുന്നുണ്ട്. ഇക്കാക്ക് ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. കൂടുതലും അതിനൂസ് അടുക്കളയിൽ കയറിക്കുന്ന പാത്രങ്ങൾ വലിച്ചിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴുകി വെച്ച് 2 ഗ്ലാസ്സിലോട്ട് ചായയും പകർത്തി പിന്നെ അതെല്ലാം ടീപ്പോയിൽ കൊണ്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിനൂസിന് മുട്ട ഒലിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്ക് ഉണ്ണി തിന്നൂല, മുട്ടയുടെ ഉണ്ണിയില്ലേ അത് തിന്നൂല. അപ്പോൾ ആ ഉണ്ണി മാറ്റി കൊടുത്തിട്ട് മുട്ട മാത്രം കൊടുത്തു. അല്ലെങ്കിൽ അവിടെ അവൾ ആകെ പരത്തി അങ്ങോട്ട് ഇടും കേട്ടോ. ആ ഉണ്ണി പൊടിച്ചിടും. അങ്ങനെ അവൾക്ക് മുട്ടയും ചായയും എല്ലാം വെച്ച് കൊടുത്ത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഷിൻകാക്ക വന്ന് ബ്രഷ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാർക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ ഷിൻകാക്ക പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചുവാരെയും ഇതുപോലെ തന്നെ തുടക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതാ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വിരിച്ചിട്ടിട്ട് പിന്നെ ഇന്നലെ രാത്രി വാങ്ങിച്ച സവാള ഉള്ളിയൊന്നും ഞാൻ ഉള്ളിപ്പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ സവാള പാത്രത്തിൽ ഉള്ളിപ്പാത്രത്തിൽ കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ എന്താ ഉള്ളി സവാളയും ആ കൊട്ടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം രാത്രി ഇതൊന്നും ചെയ്താൽ നടക്കൂല എന്ന് എനിക്കറിയാം. കാരണം ഇന്നലെ അത്രയും ഒരു പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഒതുക്കുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണരുത്. ബൈ.